നമ്മൾ ഇന്നിപ്പോൾ തൃശ്ശേരിയിൽ നിന്ന് നമ്മൾ പുൽപ്പള്ളിക്കായിരുന്നു നമ്മൾ പോകുന്നത്. ഒരു റിസോർട്ടിലേക്കാണ്. റിസോർട്ടിൽ നിന്ന് ഒരു സാധനങ്ങളൊക്കെ എടുത്തിട്ട് മുട്ട് പല സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ റിസോർട്ട് വർക്കുകൾ തന്നെയാണ് അവർ എടുക്കുന്നത്. അവർക്ക് ഇവിടെ വൈത്തിരി പിന്നെ കണ്ടമാന സ്ഥലത്ത് അവർക്ക് വർക്കുണ്ട്. എന്നിപ്പോൾ നമ്മളിവിടെ തൃശ്ശേരിയിലുള്ള ഒരു റിസോർട്ടിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് മുട്ടും മറിക്കാൻ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഏകദേശം ഒരു 10-30 കിലോമീറ്റർ നമുക്ക് ഓടാനുണ്ട് വൺ സൈഡ് പുൽപ്പള്ളിക്ക്. പണി മൊത്തം കുറവാണ് ഈ വർഷം. ഇങ്ങനെ ആയിപ്പോയി. ഇന്നിപ്പോൾ വേറെ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് വിളിച്ച് നമ്മൾ വേഗം പോന്നു. അങ്ങനെ നമ്മളിപ്പോൾ തൃശ്ശേരി പള്ളിക്കവല എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് നേരെ പോവുക. തൃശ്ശേരി പള്ളിയാട്ടത്. കടലാസുമ്പൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വലത്തേക്ക് ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് വഴിയാണ് നമ്മൾ റിസോർട്ടിലേക്ക് എത്താനായിട്ട്. കുറച്ച് കോറിയേഴ്സ് ഒക്കെ ഇട്ട് ഓഫ് റോഡ് വഴിയാണ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ലോഡ് കയറ്റാൻ വേണ്ടി വന്ന റിസോർട്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ മാനന്തവാടിൻ്റെ അടുത്ത് തൃശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ള വർക്ക് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇതിനു മുന്നേ 2-3 ലോഡ് ഇതേപോലെ തന്നെ ജാക്കീസ്പാനും പലകയൊക്കെ ആയിട്ട് നമ്മൾ വൈത്തിരി റിസോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അവരുടെ ഒരു പുതിയ വർക്ക് പുൽപ്പള്ളി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ വഴിക്കാണ് നമ്മൾ കയറി വന്ന എമ്മലേക്ക്. അപ്പോൾ ഇവിടുന്ന് നമ്മൾക്കിനി പുൽപ്പള്ളിക്കാണ് കൊണ്ടുപോകാനുള്ളത്. ഏകദേശം 30 കിലോമീറ്ററോളം നമുക്ക് വൺ സൈഡ് ഓടാനുണ്ട്. ഇന്ന് ഒരുപാട് ലോഡൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വൈത്തിരിക്കൊക്കെ കൊണ്ടുപോയ സമയത്ത് അത്യാവശ്യം നല്ല ലോഡുണ്ടായിരുന്നു. നമ്മൾ 2 ടിപ്പർ സാധനം ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ 2 പ്രാവശ്യം പിക്കപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഏകദേശം കണ്ടമാനം സാധനങ്ങൾ കൊണ്ടുപോയി. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന സാധനങ്ങളും പിന്നെ ഒരു കുറച്ച് പല കഷ്ണങ്ങളും അത്രയേ ഉള്ളൂ ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു പുതിയ സൈറ്റ് അവരിപ്പോൾ എടുത്തതാണ്. അപ്പോൾ മൊത്തത്തിൽ നമുക്കിപ്പോൾ ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര അബദ്ധമാണ്. ഇതിപ്പോൾ ഈ റിസോർട്ടിന് തന്നെ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റേതാണ് ആ കാണുന്നത്. സ്വിമ്മിംഗ് പൂള് ഉണ്ട്. അങ്ങനെ കുറച്ച് ഗ്രാൻഡായിട്ടുള്ളൊരു വർക്കാണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. അപ്പോൾ ഈ സീസൺ എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ പണി കുറഞ്ഞൊരു സീസണാണിത്. എല്ലാ വണ്ടിക്കാർക്കും പണി കുറവാണ്. പോരാത്തിന് ഇപ്പോൾ വീണ്ടും മഴയുണ്ട്. ഇപ്പോൾ കാപ്പി പൂക്കുന്ന സീസണൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇടയ്ക്കിടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ പണി കുറവാണ്. അപ്പോൾ വണ്ടിക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ഓടുന്നത്. ഇപ്പോൾ ഈ ഓട്ടം തന്നെ എനിക്കിപ്പോൾ വേറൊരു വണ്ടിക്കാരൻ്റെ വക കിട്ടിയതാണ്. ഇതിപ്പോൾ കോറിയിലും കയ്യിൽ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഇന്ന് നമ്മളിവിടെ 2 പേരെ വെച്ചിട്ടാണ് ഇത് കയറ്റുന്നത്. അത്രയേ ഉള്ളൂ. സംഭവം ബോഡി ലെവലിൻ്റെ അത്രയും ഇടാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഇതെടുത്തിട്ട് വേണം ഇനി പോകാനായിട്ട്. പുൽപ്പള്ളി നമ്മളന്ന് പാടിച്ചിറ കോറി പോയതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണിത്. നമ്മൾ റിട്ടേൺ വരുന്ന സമയത്ത് എന്തെങ്കിലും ലോഡ് കിട്ടുമോ എന്നൊക്കെ കുറേ അന്വേഷിച്ചായിരുന്നു. പക്ഷെ ഒന്നും കിട്ടിയില്ല. മൊത്തത്തിൽ പണി കുറവായതുകൊണ്ട് കിട്ടിയില്ല. നമുക്ക് ഇത്ര 10-30 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് ഏകദേശം 3000-ന് മേലെ വാടക, 3500 രൂപ വാടക നമുക്ക്
മേലെ വരും, അവിടുന്ന് ഇങ്ങോട്ട് കല്ലും കൊണ്ടൊക്കെ വരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വാടകയും കൊണ്ട് വെക്കാത്തതുകൊണ്ടും പിന്നെ കല്ലിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടും നമുക്ക് പണി മൊത്തത്തിൽ കുറവായിരുന്നു. അങ്ങനെ അവിടുത്തെ സാധനങ്ങളൊക്കെ ഏകദേശം കയറ്റിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം ബോഡി ലെവൽ ഇത്രേ ആയിട്ടുള്ളൂ. സാർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കൊണ്ടുപോയ സമയത്ത് ക്യാബിൻ്റെ മേലെ കുറച്ചുകൂടെ ഹൈറ്റിൽ ലോഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കയറൊക്കെ വെച്ച് കെട്ടി അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയത്. ഇപ്പോൾ ഏകദേശം എല്ലാം കൊണ്ടുപോയത് കൊണ്ട് ഇവിടെ കുറച്ച് സാധനമേ ഉള്ളൂ. ഇനിയിപ്പോൾ അവർക്കാർ ആ പുൽപ്പള്ളിക്ക് ഇനി മറ്റേ വൈത്തിരി നിന്നായിരിക്കും ഇനി അവർ ബാക്കി കൊണ്ടുവരിക. അപ്പോൾ അതാ ഈ കാണുന്ന ഇത്രയാണ് നമുക്കിനി വണ്ടിയിൽ ലോഡുള്ളത്. ഇനിയിപ്പോൾ അതിന് മേലെ ചെറുങ്ങനെ കയറ് വിട്ടിട്ട് നമ്മളെന്തായാലും പായിട്ട് മൂടിയിട്ടും കൂടിയാണ് പോകുന്നത്. അതിൻ്റെ സൈഡിൽ തന്നെ ഒരു പഴയ ബിൽഡിംഗ് കാണുന്നുണ്ട്. അതൊക്കെ പൊളിച്ചിട്ട് ഇനി അവിടെയൊക്കെ ഓരോരോ ബിൽഡിങ്ങുകൾ ഹട്ടൊക്കെ വരാനുണ്ട്. ഇത് നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണ്. അത് കുന്നിൻ്റെ മണ്ടയിലായതുകൊണ്ട് തന്നെ ചുറ്റും വയലും ഫുള്ള് ബ്രഹ്മരി മലയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ നമ്മൾ ലോഡ് കയറ്റി പായ നമ്മൾ വെറുതെ ഇട്ടത് ഒരു കയറും കൊണ്ട് ജസ്റ്റ് കെട്ടിയിട്ടുണ്ട്. എന്നാലും പായ മെല്ലെ മേലെ ഇട്ടുവെന്നേ ഉള്ളൂ. ഒന്ന് അനങ്ങുമൊന്നും ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി പായിടേണ്ട കാര്യമില്ല, എന്നാലും പായിട്ട് ഒന്നുകൂടെ സേഫാക്കി വെച്ചു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ഇപ്പം നേരെ നമ്മളിതാ മാനന്തവാടിയിൽ നിന്ന് പുൽപ്പള്ളിക്ക് പോകുന്ന നമ്മുടെ മെയിൻ റോഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദാസനക്കരയൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ഫോറസ്റ്റാണിത്. അപ്പോൾ ഫോറസ്റ്റിൽ കൂടിയാണ് ഇപ്പം ഇങ്ങനെ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ വെയിറ്റ് ഇല്ല. ശരിക്കും കാല് വേണ്ടി പോകുന്ന പോലെ തന്നെയാണ് നമ്മൾ പോകുന്നത്. ഒരാണിക്കിന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനത്തെ ഓട്ടോയൊക്കെയാണ് നമുക്കെപ്പോഴും മെച്ചം ഉണ്ടാവുക. കാരണം വെച്ചാൽ വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പോയിട്ടും വരാം, എണ്ണ ചിലവും കുറവായിരിക്കും. അപ്പം അങ്ങനെ റിട്ടേണും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ നമുക്ക് റിട്ടേൺ ഒന്നും കിട്ടിയില്ല. അപ്പം അങ്ങനെ നമ്മൾ പോകുന്നുണ്ട് ഫോറസ്റ്റിൽ കൂടി. ഈ ഫോറസ്റ്റിൽ ചില സ്ഥലങ്ങളിൽ ആന ഇറങ്ങുന്ന സ്ഥലമുണ്ട്. അതിപ്പോൾ നമുക്ക് വലതുവശത്ത് കാണാം നമ്മുടെ റോപ്പ് ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ആനേൻ്റെ ചെറിയ ശല്യം ഉള്ളതുകൊണ്ട് ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു 7-8 മണി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ആനേനെ കാണാം. കാരണം വെച്ചാൽ ഇപ്പോൾ ഈ ഒരു ഫോറസ്റ്റിൽ ഈ ഒരു ഭാഗത്ത് ഈ കുറച്ച് ഏരിയയിൽ മാത്രമേ ഇപ്പോൾ മുളയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ആനയൊക്കെ വരുന്നുണ്ട്. ആന, മയിൽ, അല്ല മാന്, പിന്നെ അങ്ങനത്തെ എല്ലാ മൃഗങ്ങളും തന്നെ ഉണ്ട് ഇവിടെ. കുറച്ച് ഒരു 2 സ്ഥലത്തായിട്ട് ഇവിടെ ഇതേപോലത്തെ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ഇവിടെ തന്നെ വലതുവശത്തായിട്ട് ഫോറസ്റ്റുകാരുടെ ഫുൾ ടൈം വാച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ നമ്മളിത് ഇപ്പം നമ്മളെ ഫോറസ്റ്റൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഏകദേശം പുൽപ്പള്ളിക്ക് അടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ റോഡും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ്. ഫുള്ള് വൃത്തിയാക്കി നല്ല റോഡായതുകൊണ്ട് തന്നെ നമുക്ക് വേഗം പോയിട്ട് വരാം. ഒരു മടുപ്പോ കാര്യമുള്ള ഫീൽ ചെയ്യില്ല. ആദ്യമൊക്കെ ഈ റോഡ് കട്ടറുള്ള സമയത്ത് നമ്മൾ പുൽപ്പള്ളിയിൽ നിന്ന് കല്ലും കൊണ്ട് വരുമ്പോൾ ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു ഇതിന് ശേഷം എന്തായാലും ഒരു 3-4 വർഷമായി. ഇപ്പോൾ വഴിയൊക്കെ നല്ല അടിപൊളിയായി. ഇപ്പോൾ സംഭവം ഉഷാറായിട്ടുണ്ട്. നമ്മൾ ഏകദേശം പുൽപ്പള്ളിക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ പുൽപ്പള്ളി ബസ്സൊക്കെ പോകുന്ന മെയിൻ റോഡ് തന്നെയാണിത്. നമ്മളിത് ഏകദേശം മുള്ളംകൊല്ലി ടൗണിലേക്ക് എത്തുന്നുണ്ട്. മുള്ളംകൊല്ലി എന്ന് പറഞ്ഞാൽ ചെറിയ ടൗണാണിത്. മുള്ളംകൊല്ലി ടൗണിൽ നിന്ന് ഏകദേശം പാടിച്ചിറ ഒരു 2-3 കിലോമീറ്ററിന് ചോടേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ പാടിച്ചിറ സ്ഥലത്തേക്ക് എത്തും. പാടിച്ചിറ എത്തണ്ട, അതിന് മുന്നേ തന്നെയാണ് നമ്മുടെ സൈറ്റുള്ളത്. നമ്മൾ പണ്ടൊക്കെ ഇവിടെ കോറിയിൽ വന്നുകൊണ്ടിരുന്നത് ഇവിടെ നമ്മുടെ ശശിമല എന്ന് പറഞ്ഞൊരു കോറിയിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. ആ ശശിമലയിലെ കോറിയിലേക്ക് തിരിയുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പുതിയ സൈറ്റ് വർക്ക് നടക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ചുറ്റുപാടും തന്നെ കുറേ കോറികളുണ്ട്. നമ്മുടെ മാനന്തവാടിയുമ്പോൾ കോറിയുണ്ട്, പുൽപ്പള്ളിയിൽ 2-3 കോറിയുണ്ട്. എല്ലായിടത്തും കല്ലിന് വ്യത്യസ്തമായ വിലയാണ്. നമുക്കിപ്പോൾ മാനന്തവാടി, വാളാട് അവിടെയൊക്കെ ഒരു ലോഡ് കല്ലിന് 4000 രൂപയാണ്. ആ സമയത്ത് ഇവിടെ പുൽപ്പള്ളി എത്തിക്കഴിയുമ്പോൾ പാടിച്ചിറയിൽ ഒരു ലോഡിന് 3550. ഞാൻ തൊട്ടടുത്ത് തന്നെ വേറൊരു കോറിയുണ്ട് മരക്കടവ്, അവിടെ 3600. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റേറ്റ്. അവിടെ മാനന്തവാടി ആ ഭാഗത്താണ് കല്ലിന് വില കൂടുതൽ. പക്ഷേ ഡിമാൻഡുള്ള കല്ല് പുൽപ്പള്ളി, വാളാട് കല്ലിലേക്കാണ് ഡിമാൻഡ് കൂടുതൽ. കാരണം നല്ല കറുത്തതും നല്ല ഷേപ്പുള്ള കല്ലൊക്കെയാണ് ഇവിടെ കിട്ടുക. അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സൈറ്റിലേക്ക് എത്തി. നമ്മുടെ ശശിമല കോറിയിലേക്ക് തിരിയുന്ന വഴി കഴിഞ്ഞ പാടെയാണ് വലത്തേക്കുള്ള ഈ റോഡ്, ഈ ഭാഗം. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പ്ലോട്ടുകളായിട്ട് നല്ല നല്ല വീടുകൾ ഒരുപാട് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ മേലത്തെ ഒരു പ്ലോട്ടാണ് ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത്. ഒരു ഡോക്ടറിൻ്റെ ഒരു വീടാണ് ഇവിടെ എടുക്കുന്നത്. വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു വലിയൊരു വീട് തന്നെയാണത്. നമ്മൾ ചെല്ലുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഈ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇറ്റാച്ചി അവിടെ പില്ലർ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടിപ്പറും ഇറ്റാച്ചിയൊക്കെ നമ്മുടെ മാനന്തവാടിയിൽ നിന്ന് തന്നെ വന്ന വണ്ടികളാണ്. അവർ തന്നെ പണിക്ക് വേണ്ടി വന്നതാണ്. ഏകദേശം അതിൻ്റെ പില്ലർ കുഴികളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിയ കുഴിയാണ്. അത്യാവശ്യം വലിയൊരു വീട്, 4000 സ്ക്വയർ ഫീറ്റ് എങ്ങാണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ നമ്മുടെ വണ്ടി എന്തായാലും അവിടെ സൈഡാക്കി അവർ ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ ആ സൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചുറ്റി ഇറങ്ങി നടന്ന് കണ്ടു. ആ സമയത്ത് പിതാറിൻ്റെ പില്ലർ കുഴികളും കാര്യങ്ങളൊക്കെ നല്ല വലിയ കുഴിയാണ്. വീടിൻ്റെ അകത്ത് ലിഫ്റ്റ് വരെ ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്.
അപ്പം അങ്ങനെ ഭായിമാർ ലോഡ് ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി മെറ്റൽ എംസാൻ്റെ കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. ഒരു പുതിയ സൈറ്റ് തുടങ്ങുന്നേ ഉള്ളൂ. ഇത്രയും പുതിയ സൈറ്റാണെന്ന് ഞാനും ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത്. അങ്ങനെ അപ്പോൾ ഇവിടുത്തെ ഇറ്റാച്ചിങ് ടിപ്പറിനും പണി എന്ന് പറഞ്ഞാൽ വലിയ 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 കുഴികളായതുകൊണ്ട് മണ്ണ് കണ്ടമാനമുണ്ട്. അപ്പോൾ മണ്ണ് ഫുള്ള് കട്ട് ചെയ്ത് ടിപ്പറിലേക്ക് ഇട്ടിട്ട് തൊട്ടപ്പുറം കൊണ്ട് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഇത് ഫുള്ള് പ്ലോട്ടുകളാക്കിയിട്ട് വിറ്റ സ്ഥലമാണ് അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ചില പില്ലർ കുഴീൻ്റെ ഉള്ളിൽ മരത്തടിയും വേരൊക്കെ ഒരു കുഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇടതുവശത്ത് പൈപ്പ് കിടക്കുന്ന ഒരു കുഴിയുണ്ട്. ഈ ഒരു കുഴിയിൽ വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന സമയത്ത് വലിയ വലിയ വേരുകളുണ്ടായി. അതുകൊണ്ടാണ് അത് ഇത്രയും വലിയ കുഴിയായത്. അങ്ങനെ അതിൻ്റെ പില്ലർ കുഴിയും കാര്യങ്ങളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മണ്ണൊക്കെ ടിപ്പറിൽ കയറ്റി തൊട്ടപ്പുറം കൊണ്ട് മാറ്റി കുത്തലാണ് ഇവരുടെ പണി. ഇത് 2-3 ദിവസമായി ഇവിടെ തന്നെ പണിയെടുക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ വലിയ വർക്കാകുമ്പോൾ അതിൻ്റേതായ രീതിയിൽ പണിയും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വണ്ടി എന്തായാലും അവിടെ ലോഡ് ഇറക്കൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മളെന്തായാലും കുറച്ച് നേരം ഇതെല്ലാം കണ്ട് ഇവിടെ നിന്നു.